അങ്ങനെ തിരുവോണം കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു നബിദിനത്തിന്റെ പരിപാടി. അപ്പോൾ ഞങ്ങൾ ഈ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നബിദിനത്തിന്റെ പരിപാടി കാണാനായിരുന്നു. അങ്ങനെ നബിദിനത്തിന്റെ റാലി പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് അവർ സ്വീറ്റ്സ് ഒക്കെ തന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടി ഒന്ന് പാടത്തേക്ക് ഇറങ്ങി. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല വെയിൽ. അപ്പോൾ അധികം നേരം അവിടെ ചെലവഴിക്കുന്നില്ല, നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വിട്ടു. എല്ലാ പ്രാവശ്യവും ഓണക്കോടി എടുക്കുമ്പോൾ സെയിം ലെവലിലുള്ള ഡ്രസ്സുകളാണ് എടുത്ത് കൊടുക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. നേരെ വിട്ടത് സ്പോർട്സ് ഷോപ്പിലേക്കാണ്. അവൾക്ക് വേണ്ടി ഒരു ജേഴ്സിയും അതുപോലെ ഒരു ട്രൗസറും എടുത്തു. നമ്മൾ അവൾക്ക് എടുത്ത ജേഴ്സി ഇന്റർമിയാമിയുടെ ജേഴ്സി ആയിരുന്നു, അതും 10ാം നമ്പർ തന്നെ. അങ്ങനെ ഷോപ്പിൽ ചേട്ടൻ ഷെയ്ക്കാൻ്റെ കൊടുത്ത് ഹാപ്പി ഓണം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോഴത്തേനും ഏകദേശം ഉച്ചയായിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനിരുന്നു. ലഞ്ച് കഴിച്ചതിന് ശേഷം ഞാനും കസിനും കൂടി നേരെ വിട്ടത് ബിയത്തേക്കായിരുന്നു. ഇവിടെ എല്ലാ വർഷവും തിരുവോണത്തിന്റെ പിറ്റേ ദിവസം അഥവാ അവിട്ട നാളില് വള്ളംകളി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ അത് കാണാനാണ് പോയത്. ഞാൻ ഈ സംഭവം മുമ്പ് കണ്ടിട്ടുള്ളത് എന്റെ 4th സ്റ്റാൻഡേർഡിലാണ്. അത് ഞങ്ങൾ മാമന്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് വരെ ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ ഈ പരിപാടി കാണുന്നത് ഇപ്പോഴാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് മനസ്സിലായി. കാരണം എല്ലാവരും വെള്ളത്തിൽ കിടന്ന് കടന്നു കാണണം. ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്ത് പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടിരുന്ന് അവര് പോയിരുന്നത്. അതുപോലെ തന്നെ ചില ടീംസ് ഇതേ ചെറിയ വഞ്ചിയിലൊക്കെ എൻജോയ് ചെയ്തിട്ട് മൂവ് ചെയ്യാണ്. അതുപോലെ വേറെ ടീംസ് ഇതേ ട്യൂബിലൊക്കെ ആയിരുന്നു പരിപാടി കണ്ടുകൊണ്ടിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് അങ്ങ് തിരക്ക് കൂടാൻ തുടങ്ങി. നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തപ്പി ഞങ്ങൾക്ക് സ്പോട്ട് കിട്ടി. ആ വഞ്ചിയിൽ കയറിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് വെച്ച് ബാക്കി എല്ലാം കൊണ്ടും നല്ല കിടിലൻ സ്പോട്ടായിരുന്നു അത്. അത്യാവശ്യം നല്ല രീതിയിൽ പരിപാടി കാണാനും പറ്റും. അതിനിടയ്ക്ക് ഇതേ ഒരുത്തം വഞ്ചിയിൽ കയറാൻ പോണ പോക്കാണ് കാണുന്നത്. അങ്ങനെ കുറെ നേരം പരിപാടി കണ്ടതിന് ശേഷം ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് തിരിച്ചു.